അപ്പോൾ എല്ലാവർക്കും മൈ ഡ്രീം ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പിസയാണ്. ഓവൻ ഇല്ലാതെ നമുക്ക് പിസ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, സൈഡിലുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പിസ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പിസ ബേസ് ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ 100 ഗ്രാം മൈദ ഉണ്ട്, 5 ഗ്രാം ഈസ്റ്റ്. ആ ഈസ്റ്റിലേക്ക് ഒരു 5 ഗ്രാം പഞ്ചാര കൂടെ ചേർക്കണം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒരു 5 മിനിറ്റ് ഇത് പുളിക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അതിനായി ഞാൻ അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് മാവിട്ടതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റും ഷുഗറും സോൾട്ടും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുഴച്ചെടുക്കാം. ചപ്പാത്തി കുഴക്കും പോലെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാവുന്നതാണ്. കുറച്ചുകൂടെ ലൂസ് വേണം. ഇതിലേക്ക് 1 സ്പൂണ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല കട്ടിയായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. നല്ലപോലെ ഒരു 10 മിനിറ്റ് ഇതേപോലെ മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ പിസ്സ ബേസിനുള്ള മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു നനഞ്ഞ തുണി കൊണ്ട് അടച്ചു വെച്ചൊരു 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. എങ്കിലേ ഇത് പൊങ്ങി വരത്തുള്ളൂ. ഇനി നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കണം. അതിനായി ഇവിടെ ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളി ഇതേപോലെ കട്ട് ചെയ്യണം. ഇത് നമുക്ക് തൊലി ഇളക്കി എടുക്കാൻ വേണ്ടിയാണ് ഇതേപോലെ കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളച്ചതിന് ശേഷം നമ്മുടെ തക്കാളി ഇതിലിട്ട് ഒരു 3-4 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം. ഇനി തക്കാളിയുടെ തൊലി ഇളക്കിയെടുക്കണം. ഇതേപോലെ അതിൻ്റെ തൊലി ഇളക്കി ഇതിനെ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി ചെറിയ ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂണ് കെച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം.
ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ചേർക്കാം. ഒറിഗാനോ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതൊരു 2 മിനിറ്റ് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബോളിലേക്ക് മാറ്റാം. ഇനി പിസ്സ റൈസ് കുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതിൽ വെച്ച് പരത്തി എടുക്കാം. ഇതുപോലെ പരത്തിയതിനു ശേഷം അതിൻ്റെ മുകളിലായി ഒരു കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തണം. ഇതെന്തിനെന്ന് വെച്ചാൽ ഇത് പൊങ്ങി വരാതിരിക്കാനാണ്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. തീ കുറച്ച് വെച്ച് അടച്ചു വെച്ച് നമുക്ക് അടിഭാഗം കുക്ക് ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. അതിൻ്റെ അടിഭാഗം കുക്കായിട്ടുണ്ട്. ഇനി ഇതിനെ തിരിച്ചിട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് കൂടി ഇതുപോലെ തേച്ച് കൊടുക്കാം. പിസ്സ സോസ് അതിന് മുകളിലായി ഇത് പിസ്സയ്ക്ക് ഉപയോഗിക്കുന്ന ചീസാണ്, മൊസറല്ല ചീസ്. ഇതുകൂടി അതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ സവാളയും ക്യാപ്സിക്കവും അതുകൂടി അതിൻ്റെ മുകളിലായി ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇനി കുറച്ചുകൂടി ചീസ് അതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കുക. ഇതിപ്പം വെജിറ്റബിൾ പിസ്സയാണ്. ഇനിയിപ്പം ചിക്കൻ പിസ്സയാണെങ്കിൽ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്ത് ഇതിൻ്റെ മുകളിലായി ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് സ്ലോ ഫയറിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. ചീസൊക്കെ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്, നല്ല കളറുമായിട്ടുണ്ട്. അടിഭാഗം നല്ല കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ് പിസ്സ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പിസ്സ കട്ട് ചെയ്തിട്ടുണ്ട്. ചീസൊക്കെ നല്ല മെൽറ്റ് ആയിട്ടുണ്ട്, നല്ല കളറായിട്ടുണ്ട്. പിസ്സ അടിഭാഗമൊക്കെ നല്ലതുപോലെ കളറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എളുപ്പത്തിൽ ഓവനൊന്നും ഇല്ലാതെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ ബൈ.